ജിയോയുടെ നെറ്റ്വർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുന്നതായിരുന്നു. ഇപ്പൊ ജിയോയിലെ 299 തൊട്ടുള്ള റീചാർജിന്റെ പ്ലാനുകൾക്ക് ജിയോയുടെ ഹോട്ട്സ്റ്റാറിന്റെ 3 മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻസ് സൗജന്യമായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ നമ്പർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാർ? ജിയോ ഒന്ന് മാറാൻ വേണ്ടി റിക്വസ്റ്റ് ആയിരുന്നു. അതെ, റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജിയോയിലേക്ക് ഒരു 1000 തവണ കംപ്ലൈന്റ് ചെയ്ത് മാനം കിട്ടും. ദർ ഇസ് നോ സൊല്യൂഷൻ. അതായത് പിന്നെ നമ്മളെ ഈ നെറ്റ് 1.5 GB ആണല്ലോ ഉണ്ടാവുക. ഓക്കെ. അപ്പൊ അത് ഒരു അരമണിക്കൂർ നമ്മള് ന്യൂസൊക്കെ വാർത്ത എന്തെങ്കിലും വീഡിയോ കാണുമ്പോഴേക്കും 1.5 GB അങ്ങോട്ട് കഴിഞ്ഞു പോവുക. എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവണില്ല. ഒന്നര GB ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ തീർന്നു പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. അപ്പൊ വേറൊരു നെറ്റ്വർക്ക് എനിക്കൊരു പിന്നെ സിം ഉണ്ട്, എയർടെലില് അങ്ങനെ ഞാൻ ത്രൂ ഔട്ട് വീഡിയോ നോക്കുകയാണെങ്കിൽ ഒരു 4 മണിക്കൂറോളം എനിക്ക് കിട്ടും. ഇത് അരമണിക്കൂർ കൊണ്ട് തീർന്നു പോവുക. ജിയോക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത? ഞാൻ വിളിച്ച് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്ത് മാനം കിട്ടും. നല്ല നെറ്റ്വർക്കാണ്, സിഗ്നൽ ഡിസ്റ്റൻസ് നല്ലുണ്ട്, റേഞ്ച് ഫോൺ കട്ടായി പോകുന്നില്ല, ഒക്കെ കുറെ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷേ നമ്മളൊരു കംപ്ലൈന്റ് വിളിച്ചു പറയുമ്പോൾ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഇല്ല. എത്രയോ തവണ എന്റെ റെക്കോർഡ്സ് അവിടെ നോക്കിയാൽ മനസ്സിലാവും. 1000 തവണ ഞാൻ വിളിച്ചിട്ടുണ്ട്. വിളിച്ച് മാനം കെട്ട് വെറുത്തിട്ട് ഞാൻ പോർട്ട് ചെയ്യാം. ഇതാണ് കറക്റ്റ് ടൈമിന് കട്ട് ചെയ്യും. നമ്മളിപ്പോ 28 ദിവസം ആകുമ്പോഴേക്ക് 2 ദിവസം മുമ്പേ തന്നെ പറഞ്ഞ് ബാക്കി ഒരു കാര്യത്തിനും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. നമ്മൾ കംപ്ലൈന്റ് വിളിച്ചു പറയുമ്പോൾ എന്നിട്ട് സീനിയർ എക്സിക്യൂട്ടീവിന് കൈമാറാം, വലിയ ബോസിന് കൈമാറാന്നൊക്കെ പറഞ്ഞ് കൈമാറാന്നല്ലാതെ ഓപ്ഷൻസ് ഇല്ല. നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് ഇവിടെ അട്ടിക്ക് വെച്ചോളാന്ന് പറയാന്നല്ലാതെ ജിയോയിലൊക്കെ വിളിച്ച് നന്ദി, തടസ്സം നേരിട്ട് ഖേദിക്കുന്നു, ഇതല്ലാതെ വേറൊരു ഒരു ഉപകാരവും കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ടില്ല. അതേ സ്ഥാനത്ത് നമ്മൾ എയർടെലിലേക്ക് വിളിക്കുകയാണെങ്കിൽ അപ്പം അതിന്റെ നടപടി അവർ സ്വീകരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും അവര്. നമുക്ക് കുറെ സമയം കിട്ടുകയാണല്ലോ. 1.5 GB 10 മിനിറ്റ് കൊണ്ട് അരമണിക്കൂർ കൊണ്ടൊക്കെ തീർന്നു പോകണമെങ്കിൽ നല്ലത് 4 മണിക്കൂർ കൊണ്ട് 1.5 GB എയർടെലിൽ തീരുന്നുള്ളൂ. നിങ്ങൾ എന്താ പറയാൻ ഒന്ന് പറയും, ഞാൻ കേൾക്കട്ടെ നിങ്ങൾക്ക് പറയാനുള്ളത്. സാർ പ്രീവിയസ് ഇന്ററാക്ഷൻസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് കംപ്ലൈന്റ് ബുദ്ധിമുട്ടുണ്ടായെന്നുള്ളത് എത്രയും പെട്ടെന്ന് നമ്മളിങ്ങനെ റീചെക്ക് ചെയ്യും. ഒരു 4Gയുടെ കൺസെപ്റ്റ് ആണ്. മിക്ക ഏരിയകളിൽ തന്നെ 4Gക്ക് നല്ല സർവീസസ് ആണ് കൊടുക്കാനായിട്ടുള്ളത്. ഇത് കോഴിക്കോട് നിന്നല്ലേ സംസാരിക്കുന്നത്? അതെ, കോഴിക്കോട് നിന്നാണ്. ലാൻഡ്മാർക്ക് ആയിട്ട് എന്താണ് സാർ പറയാൻ പറ്റുക? ലാൻഡ്മാർക്കായിട്ട് എന്താണ് പറയാൻ പറ്റുക? ലാൻഡ്മാർക്കിന്റെ പ്രശ്നമില്ലല്ലോ, സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ പിന്നെന്താ പറയാ, MB കോരിയെടുക്കുന്ന കയ്യിലിന്റെ വലുപ്പം ഒന്ന് കുറച്ചാൽ മതി, അത്രേ ഉള്ളൂ. നമ്മുടെ MB തീർത്തു വെക്കലും ഉഷാറാണ്. ഉപയോഗിക്കാതെ തീരുന്നുണ്ടല്ലോ കുറെ ദിവസം, അത് നോക്കുന്നില്ല. എന്നാ എന്താ ഒരു പ്രത്യേകത നിങ്ങളുടെ പിന്നെ ജിയോക്ക് എന്തോ ഒരു കൊമ്പുള്ള പോലെ. ഒരു ദിവസം ഞാൻ 2-3 തവണ ഒരു ദിവസം കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് കിട്ടാൻ എത്ര പണിയാ. 1 അമർത്തി 2 അമർത്തി 3 അമർത്തി 10 അമർത്തി അതിന്റെ ഇടയ്ക്ക് കോൾ ഡ്രോപ്പ് ചെയ്ത് പോകും നിങ്ങൾ. പിന്നെ ഹലോ ട്യൂൺ വെച്ചിട്ട് ഒരു വൃത്തികെട്ട ഹലോ ട്യൂൺ വെച്ച് നമുക്ക് പറയാനുള്ള വിഷയം പോലും എന്താണെന്ന് മറന്നു പോകുന്ന രീതിയിലുള്ള ഹലോ ട്യൂണും വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകും. പിന്നെ അവർ തിരിച്ചു വരുന്ന ഹലോ സാർ പറയൂ ബാക്കി എന്ന് പറയുമ്പോഴേക്കും നമ്മളെ മെമ്മറി ബ്ലാങ്ക് ആയി പോയിട്ടോ. അമ്മാതിരി ഹലോ ട്യൂൺ നിങ്ങൾ വെച്ചുതരാ, പിന്നെ ഇതിന്റെ ഡയൽ ട്യൂണാ വെച്ചുതരാ. ഈ വിളിച്ച് പറയുന്ന ഒരു പിന്നെ ആസ് എ കസ്റ്റമർ നമ്മളിപ്പോ സുപ്രീം സ്റ്റേജിലാണെന്നാണല്ലോ വെപ്പ്. ഈ കസ്റ്റമർ ആണല്ലോ ഇതിന്റെ മുമ്പോട്ടുള്ള വലിയ ലെവലിലുള്ള ആളുകൾ എന്നൊക്കെയാണ് പറയുമ്പോൾ പറയാ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടിയുടെ വില പോലും തരുന്നില്ല എന്നുള്ള സങ്കടമാണ് കാര്യം. എന്നെ പോലുള്ള ഒരാള് പലതവണ പല കുറി ഒരേ വിഷയം വിളിച്ചു പറയുമ്പോ ഒരു റെസ്പോൺസ് ഉണ്ടാവണ്ടേ? സാർ നെറ്റ്വർക്കിൽ ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് റീചെക്ക് ചെയ്യാം. സാർ ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ ഫൈനലായിട്ട് ഓപ്പർച്യൂണിറ്റി ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. ഇതൊക്കെ 100 എണ്ണം കഴിഞ്ഞതാണ്. ഇതൊക്കെ ഇങ്ങനത്തെ റിയാക്ഷൻസ്, ഇങ്ങനത്തെ മറുപടി, ഇങ്ങനത്തെ റെസ്പോണ്ടിങ് ഒക്കെ ഒരുപാട് കഴിഞ്ഞതാണ്. പക്ഷെ ഫലത്തിലൊന്നുമില്ല. സിഗ്നൽ സ്ട്രെങ്ത്തിന്റെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവാറില്ല. എന്റെ ഫോൺ മാത്രം വിളിക്കാനും എടുക്കാനും ഇങ്ങോട്ട് വരാനും ഒക്കെ സുഖമുണ്ട് ജിയോ ആയതുകൊണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു കള്ളക്കളി ജിയോ കളിക്കുന്നുണ്ട്, വല്ലാത്ത കളിയാണത്. അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം മറ്റൊരു 4 മണിക്കൂർ തരുന്ന നെറ്റ് 1.5 GBക്ക് നിങ്ങൾ അരമണിക്കൂർ തരില്ല എന്ന് പറഞ്ഞാൽ അത് വമ്പത്തരല്ലേ? അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു പറിക്കല്ലേ, പൊട്ടനാക്കല്ലേ? അപ്പൊ പറഞ്ഞു ഞാനും കേട്ട് നിങ്ങളെ എക്സിക്യൂട്ടീവ്സും ഒക്കെ ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു 90 പേരും കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, എനിക്കറിയില്ല. എന്റെ റെക്കോർഡ്സ് അവിടെ നോക്കിയാൽ മതി. ഞാൻ കോൾ ചെയ്ത റെക്കോർഡ്സ് ഹിസ്റ്ററി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇയാൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊട്ടൻ എന്നൊന്ന് ചെക്ക് ചെയ്യണ്ടേ. നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ഇങ്ങനെ അവിടെ ഫയലിൽ അട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ അവിടെ പെൻഡ്രൈവിലാക്കി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇത് നോക്കണ്ടേ? സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോൾ എന്താണ് കസ്റ്റമേഴ്സ് പറയുന്നത്, എന്താണ് കൂടുതൽ പറയുന്നത്, ആരാണ് കൂടുതൽ തവണ വിളിച്ചത്, ആരാണ് ഒരേ കംപ്ലൈന്റ് പലവട്ടം പറഞ്ഞത് എന്നൊക്കെ നോക്കണ്ടേ? ഇത് കറക്റ്റ് ടൈം തീരുമ്പോൾ അങ്ങോട്ട് കട്ടാക്കുക.
12 മണി ആകുമ്പോഴേക്കും നമ്മളിപ്പോ ഒരു 1.5 GB ചിലപ്പം ഒരു 10 MB ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. ആ 12 ആകുമ്പോഴേക്കും ചിലപ്പം 1 കട്ടായി, പിന്നെ അടുത്ത ദിവസം വരികയാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ ഇല്ലാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ജിയോ മാത്രം ഈ MB കോരിയെടുക്കുന്ന കൊട്ടക്കൈലിന്റെ വലുപ്പം എന്താ ഇത്ര വലിയതെന്നാ ചോദ്യം. ജിയോക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു കൊമ്പ്. എല്ലാവർക്കും ഉണ്ട് ഈ വിഷയം. എന്റെ നാട്ടിൽ ഒരുപാട് പേർക്കുണ്ട്. ഞാൻ ഷെയർ ചെയ്തപ്പോ. അപ്പൊ പറയാൻ നമ്മളിങ്ങനെ പറഞ്ഞ് പോർട്ട് ഔട്ട് ചെയ്ത് പോവാന്നല്ലാതെ ഇപ്പം ഇവിടെ നാട്ടിൽ എനിക്ക് എയർടെലൊക്കെ കുറച്ച് സിഗ്നേച്ചർക്കൊക്കെ ഉണ്ട് ഇപ്പൊ. അപ്പം നമ്മളോട് എന്നോട് ഇനി പറയാൻ നിങ്ങൾ സാറേ ഇങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറയാനില്ല. കാരണം 1000 തവണ പല സൊല്യൂഷൻസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പൊട്ടനാക്കി പോയതാണ് നമ്മള്. തീർച്ചയായിട്ടും റീചെക്ക് ചെയ്യാം സാർ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഫൈനലായിട്ട് ഓപ്പർച്യൂണിറ്റി തരും. എങ്ങനെ സാറിന് വരും ദിവസങ്ങളിൽ ബെറ്റർ സർവീസുള്ള പ്രൊസീജിയേഴ്സ് ചെയ്ത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സർവീസ് മോശമില്ല, പക്ഷേ ഇതാണ് പ്രശ്നം. ഈ MB തൂക്കിയെടുക്കുന്ന പരിപാടിയാണ് പ്രശ്നം. 1.5 GB എങ്ങനെ അരമണിക്കൂർ കൊണ്ട് വിഴുങ്ങാ? അവിടെയാണ് പ്രശ്നം. അതിനൊരു സൊല്യൂഷനാണ് വേണ്ടത്. അതില്ല, അത് തരാൻ പറ്റുന്നില്ല. അത് നോക്കാം 3 ദിവസം കൊണ്ട് എന്നൊക്കെ പറയും. ഞാനിപ്പോ നാളെ റീചാർജ് ചെയ്യണ്ടേ? അതിൽ നല്ലത് ഞാൻ പോർട്ട് ഔട്ട് ചെയ്ത് പോവാന്നല്ലേ? അല്ല, നമ്മൾ എന്താ അറിയോ, ഒരുപാട് തവണ ഞാൻ എല്ലാ മന്തിലും ഇങ്ങനെ പോയോ? ലൈനിലൂടെ റെസ്പോണ്ട് ചെയ്യാൻ ഡിസ്കണക്ട് ആവുന്നതാണ്.